our channel. അപ്പോൾ ഇന്ന് ലങ്കാവിയിലെ പാർട്ട് 3 വീഡിയോ ആണ് കേട്ടോ. ഞാൻ വളരെ എക്സൈറ്റഡ് ആട്ടോ. പക്ഷെ എനിക്ക് കുറച്ച് വിഷമമുണ്ട്. കാരണം ആകെ 2 ദിവസം നമ്മൾ ഇനിയൊന്നും വിചാരിച്ചിട്ടായിട്ടാണ്. അതുകൊണ്ട് ഈ പാർട്ട് 3 വീഡിയോയിൽ ഞങ്ങൾ ഒരു ബോട്ടിലാണ് കയറിയിരിക്കുന്നത്. ബോട്ടിൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്പീഡുള്ളൊരു ബോട്ടാട്ടോ. ഞാൻ 4 പേര് മാത്രമേ ഈ ബോട്ടിൽ. ബാക്കിയുള്ള ബോട്ടിൽ ശ്രദ്ധിച്ച് നോക്കിയാൽ കുറേ പേരുണ്ട് കേട്ടോ. ഞങ്ങൾ 4 പേര് മാത്രമുള്ളതുകൊണ്ട് ഭയങ്കര സ്പീഡിലായിട്ട് ബോട്ട് കയറുന്നുണ്ട്. പിന്നെ എനിക്ക് പറയാനുള്ളത് അടിപൊളിയാട്ടോ. നിങ്ങൾ മലേഷ്യയിൽ എന്തായാലും നിങ്ങൾ ഉറപ്പായിട്ട് ബോട്ട് റൈഡ് കയറണം. ഇതൊരു പാക്കേജാണ്. കുറേ പാക്കേജ് ഗൊറില്ല മൗണ്ടൻ ഉണ്ട്, ക്രൊക്കഡൈൽ കേവ് ഉണ്ട്, പിന്നെ ഈഗിൾ റോക്സുണ്ട്, മജീസുണ്ട്, പിന്നെ ഇതാണ് ഗൊറില്ല മൗണ്ടൻ. നിങ്ങൾക്ക് ഈഗിൾ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഗൊറില്ല മൗണ്ടൻ ശ്രദ്ധിച്ച് നമുക്ക് മനസ്സിലാവും ഗൈസ്. ഇതാണ് ഈഗിൾസ്. പിന്നെ ഇതൊക്കെ മൗണ്ടൻസ് ആട്ടോ. കുറച്ച് കല്ലുകളാണ് ഇവിടെ കാണുന്നത്. പിന്നെ ഇതാണ് 2 ടൈപ്സ് ഓഫ് മങ്കീസ്. പപ്പ പറയുന്നുണ്ട് മൊബൈൽ ചിലപ്പോൾ മങ്കി എടുത്തുകൊണ്ട് പോയി കെയർഫുള്ളായിട്ട് പോകും. ഇതിപ്പോൾ നിങ്ങൾ എന്താ കാണുന്നതെന്ന് വെച്ചാൽ ഇതാണ് എൻട്രി ചെയ്തത് ക്രോക്കഡൈൽ കേവിലേക്ക്. വളരെ ഇരുട്ടാണ്. പക്ഷെ ഞാൻ ഒരു ക്രോക്കഡൈൽ പോലും കണ്ടിട്ടില്ലായിരുന്നു. എല്ലാവരും കാറുന്നുണ്ടായിരുന്നു, പക്ഷെ ഒരു ക്രോക്കഡൈൽ പോലും ഞാൻ കണ്ടില്ലായിരുന്നു. ഇതൊന്ന് വെറുതെ ഒരു പേര് നിട്ടേക്കുവാണ്. പിന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് ഞാൻ അതിന് എക്സിറ്റ് ആയി കുറേ ബോട്ട്സ് വരുന്നുണ്ട്. അതൊക്കെ സെൽഫ് ഡ്രൈവിംഗ് ബോട്ട്സ് വരുന്നുണ്ട്. അതിൻ്റെയൊക്കെ കുറേ മൗണ്ടൻസ് ഉണ്ട്. പിന്നെ എനിക്ക് പറ്റിയൊരു മിസ്റ്റേക്ക് എന്നാണ് പറഞ്ഞാൽ ഞാൻ ഇത് ബാംഗ്ലൂരിൽ വന്നിട്ടാണ് എഡിറ്റ് ചെയ്യുന്നത്. വീഡിയോസോട് കൊടുക്കുന്നതൊക്കെ അതാണ്. അതുകൊണ്ട് ചിലപ്പോൾ ഓഡിയോ മിസ്റ്റേക്സ് വരും. അത് മാത്രമല്ല എനിക്ക് പറയാനുള്ളത്. നിങ്ങളെല്ലാവരും എന്നോട് ക്ഷമിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ പിന്നെ ഇത് ഞങ്ങൾ സീ ഹോട്ടലിലേക്ക് കയറിയിരുന്നു. സീ ഹോട്ടലിൽ പക്ഷേ എനിക്ക് മണത്തപ്പോൾ എന്തോ വിയേർഡായിട്ട് തോന്നി. അതുകൊണ്ട് ഞാൻ അവിടെ ഒന്നും കഴിച്ചില്ല. പപ്പ ആരും കഴിച്ചില്ല കേട്ടോ. പിന്നെ അതിൽ ഞങ്ങളൊരു സ്പോട്ടിലേക്ക് ഇറങ്ങി. അവിടെ കുറേ മങ്കീസ് ഉണ്ട്. മങ്കീസ് ഈ സ്പോട്ട് വെള്ളത്തിലായിരിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ബോട്ടിൽ കയറി. പിന്നെ കുറേ ബോട്ട്സ് ഇങ്ങനെ നിർത്തിയിരിക്കുന്നത് ഞങ്ങൾ കണ്ടു. ഞങ്ങളുടെ ബോട്ടിൽ എന്താ അറിയില്ല, ലൈഫ് ജാക്കറ്റ് എന്തായാലും അടിപൊളിയായിരുന്നു. എനിക്ക് എന്തോ വളരെ ഇഷ്ടപ്പെട്ടു ഈ ബോട്ട് റൈഡ്. ഇപ്പോൾ സ്ലോ ആയിട്ടാണ് തോന്നിയത്. ഇനി ഭയങ്കര സ്പീഡിൽ പോകാനൊക്കെ. പിന്നെ ഈ പാർക്കിൻ്റെ പേരെന്താണെന്ന് പറഞ്ഞില്ലായിരുന്നു അല്ലേ. ക്ലിം ജിയോ ഫോറസ്റ്റ് പാർക്ക് എന്നാണ് ഇതിൻ്റെ പേര് തന്നെ. എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടല്ല ഈ വെള്ളമൊക്കെ. ഈ വെള്ളം മിക്സ് ആകുന്നുണ്ട്. അവിടെ നിന്ന് ഈ വെള്ളം മിക്സ് ആകുന്നുണ്ട്. അവിടെ കുറച്ച് ഗ്രീൻ, ഇവിടെ കുറച്ച് ബ്ലൂവാണ്. പിന്നെ അവിടെ ഒരു ബോട്ട് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് പറയുക ഗൈസ്. കാരണം അത് തായ്ലാൻഡിൻ്റെ ബോർഡറാണ് ഗൈസ്. പിന്നെ കുറേ ബീച്ചൊക്കെ കാണുന്നുണ്ട്. ഇതൊരു ബ്യൂട്ടിഫുൾ അല്ലേ. ഇന്നത്തെ വീഡിയോ എടുത്തിട്ട് ബൈ ബൈ.